നമസ്കാരം. ഏപ്രിലായി 8ാം നാൾ കേരളം വിധിയെഴുതും. വാഗ്ദാനങ്ങളും വാക്പോരും ഉഴുതുമറിച്ചിട്ട പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ മീനസൂര്യൻ തോറ്റുപോകുന്ന പ്രചാരണ ചൂടാണ്. കൊണ്ടും കൊടുത്തും കടന്നാക്രമിച്ചും പോരുമുറുകുമ്പോൾ ജനവിധി ആർക്കൊപ്പമാകും? സമഗ്രമായി നോക്കാം ടോപ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ജി സുധാകരനെ വിമർശിച്ച് മുഖ്യമന്ത്രി. അവസരവാദികൾ കാരണം ഒരു വോട്ട് പോലും കുറയില്ലെന്ന് പിണറായി വിജയൻ. പുന്നപ്ര വയലാർ സമരകാലത്ത് തെങ്ങിൽ കയറി നടന്നവർ ഇന്ന് വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയെന്ന് ജി സുധാകരന്റെ മറുപടി. ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെന്നും ജി സുധാകരനെതിരായ പ്രസ്താവന ഇരട്ടത്താപ്പെന്നും വി ഡി സതീശൻ. UDF പ്രകടന പത്രിക നാളെ. ശബരിമല വിഷയം വീണ്ടും പ്രചാരണായുധമാക്കി BJP കേന്ദ്ര നേതാക്കൾ. പ്രധാനമന്ത്രി നാളെ കേരളത്തിലെ 4 ലക്ഷത്തോളം പേരുമായി ഓഡിയോ ബ്രിഡ്ജിലൂടെ സംവദിക്കും. തിരഞ്ഞെടുപ്പിൽ അപര സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നടപടിയെന്ന വിമർശനം. വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന നീക്കം തടയണമെന്നും ഹൈക്കോടതി. തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരുടെ പേരുമാറ്റം പരിഗണിക്കണമെന്ന് വരണാധികാരിക്ക് കോടതി നിർദ്ദേശം. സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. സുരേഷ് ഗോപിയുടെ ഉപഹർജി തള്ളി. മതചിഹ്നം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെന്ന ഹർജിയിൽ വിചാരണ നേരിടണം. പേരാമ്പ്രയിൽ LDF വർഗീയ പ്രചാരണം നടത്തുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും പരാതി നൽകി UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ. തൃശൂർ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. പാലക്കാട് രമേശ് പിഷാരടിയെ BJPക്കാർ തടഞ്ഞതായി പരാതി. കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ പാർലമെന്റിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ അവതരണം മാറ്റി കേന്ദ്ര സർക്കാർ. ലോക്സഭ പരിഗണിക്കുക അടുത്ത സമ്മേളനത്തിൽ. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. നിയമ ഭേദഗതി ഒരു മതത്തിനും സംഘടനയ്ക്കും എതിരല്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആശങ്ക പങ്കുവച്ച് ക്രൈസ്തവ സംഘടനകൾ. ബില്ല് കൊണ്ടുവരും മുമ്പ് ചർച്ച നടത്തുമെന്ന് BJP. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിൽ. എറണാകുളം സബ് ജയിലിൽ തുടരും. ശനിയാഴ്ച നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും അന്ന് പരിഗണിക്കും. പരാതി വ്യാജമെന്ന് രഞ്ജിത്ത്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് മന്ത്രി സജി ചെറിയാൻ. രഞ്ജിത്തിനെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഫഫ്ക. ഇറാനിൽ ഭരണകൂടവും സൈനിക നേതൃത്വവും തമ്മിലുള്ള സംഘർഷം പുതിയ പ്രതിസന്ധിയിൽ. പ്രസിഡന്റിനെ നിഷ്പ്രഭനാക്കി ഭരണ നിയന്ത്രണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഏറ്റെടുത്തതായി റിപ്പോർട്ട്. യുദ്ധം 2 ആഴ്ചയ്ക്കകം അവസാനിച്ചേക്കുമെന്നും ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കില്ലെന്നും ട്രംപ്. സംസ്ഥാനത്ത് വാണിജ്യ LPG സിലിണ്ടറിന് 195 രൂപ വർദ്ധിപ്പിച്ചു. ഹോട്ടലുകളിൽ ഭക്ഷണത്തിന് വില കൂട്ടി. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. രാജ്യത്ത് വിമാന ഇന്ധന വിലയിൽ റെക്കോർഡ് വർധന. സ്വർണ്ണവിലയിൽ പവന് 1440 രൂപയുടെ വർധനവ്. ഓഹരി വിപണിയിൽ നേട്ടം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യമുയരുന്നു. ഇറ്റലിക്ക് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത നേടാനായില്ല. പുറത്തായത് പ്ലേ ഓഫ് ഫൈനലിൽ ബോസ്നിയ ഹെർസഗോവിനയോട് പരാജയപ്പെട്ടതോടെ ബർത്തുറപ്പാക്കി തുർക്കിയും പോളണ്ടും. IPL-ൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 142 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ ഡൽഹിക്ക് ബാറ്റിംഗ് തകർച്ച. 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനരികിലേക്ക്. ആർട്ടിമിസ് 2ാം ദൗത്യത്തിന്റെ വിക്ഷേപണം നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3:54-ന്. 4 ചാന്ദ്രയാത്രികരെ 10 ദിവസം കൊണ്ട് ചന്ദ്രനെ ചുറ്റി തിരികെ എത്തിക്കൽ ലക്ഷ്യം. സ്റ്റോറി ഓഫ് ദി ഡേ. മാണിക്കോത്ത് വീട്ടിലുണ്ട്. വോട്ട് ചരിതം സമ്പൂർണ്ണം. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. ജി സുധാകരൻ ഫാക്ടർ അമ്പലപ്പുഴയിൽ തിരിച്ചടിക്കുമോ? CPM-ന് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ഒരു വെല്ലുവിളിയാകുമെന്ന കാര്യം ഒരു പക്ഷേ CPM-ന് ഒരു ആശങ്കയുണ്ടാകാം. സുധാകരൻ ഫാക്ടർ ആലപ്പുഴയിൽ LDF-ന് തിരിച്ചടിയാകില്ലെന്ന്
CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പിന്നാലെ ഇന്ന് മുഖ്യമന്ത്രിയും ആലപ്പുഴയിൽ ആഞ്ഞടിച്ചു. അമ്പലപ്പുഴയിൽ H സലാം വിജയിച്ചു വരുമെന്നും സുധാകരൻ കോൺഗ്രസിന്റെ ആളാണെന്ന് തെളിയിക്കാൻ എന്തും വിളിച്ചു പറയുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിലെ LDF പ്രചാരണ പരിപാടികൾക്കായി എത്തിയപ്പോഴായിരുന്നു G സുധാകരനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ. വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ സുധാകരൻ നടത്തുന്ന പ്രസ്താവനകൾ കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്താനാണ് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പാർട്ടിയാണ് സുധാകരനെ വളർത്തിയത്. എന്നാൽ ഭൂതകാലം നിഷേധിക്കാനുള്ള ശ്രമമാണ് സുധാകരൻ നടത്തുന്നത്. ഇനിയും വലിയ ജീർണതയിലേക്ക് സുധാകരൻ മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം അതിനേക്കാളും അപ്പുറവും പറയും. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ തൻ്റെ ഭൂതകാലം അദ്ദേഹത്തിന് നിഷേധിക്കണം. അപ്പോൾ ഭൂതകാലത്തെ ഏതെല്ലാം തരത്തിൽ ഇപ്പം ചേർന്നവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ അതിനു വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തും. അതിന് CPIM-നെയും CPIM-ൻ്റെ പ്രധാനികളെയും നല്ല നിലക്ക് ആക്രമിക്കാൻ അദ്ദേഹം തുനിയും. അതിൻ്റെ ഭാഗമാണ്. ജില്ലയിലെയും സംസ്ഥാനത്തെയും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ആലപ്പുഴയിലേത് രാഷ്ട്രീയമായി പുന്നപ്ര വയലാറിന്റെ മണ്ണാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി LDF-നെ തകർക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്നും അമ്പലപ്പുഴയിൽ സലാം ജയിക്കുമെന്നും കൂട്ടിച്ചേർത്തു. LDF-നെ പരാജയപ്പെടുത്താൻ UDF BJP-യെ കൂട്ടുപിടിക്കുന്നു. ആലപ്പുഴയിലെ ജനങ്ങളുടെ പാർട്ടി കൂറ് വളരെ വലുതാണ്. ആളച്ചാരി നിൽക്കുന്ന പ്രവർത്തകരല്ല ആലപ്പുഴയിലേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിലെ ഒരിടത്തും മുഖ്യമന്ത്രി G സുധാകരനെതിരെ വിമർശനം ഉന്നയിക്കാൻ മറന്നില്ല. പുന്നപ്രയുടെ ചരിത്രം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമ്പലപ്പുഴയിൽ വഞ്ചകരെ അമ്പലപ്പുഴ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും G സുധാകരന്റെ പേര് പറയാതെ വിമർശനം. അവസരവാദികൾ ചരിത്രത്തിന്റെ ചെളിക്കുണ്ടിൽ വീഴും. വഞ്ചന കാണിച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്ന ചരിത്രമല്ല അമ്പലപ്പുഴയ്ക്കെന്നും പിണറായി വിജയൻ. അമ്പലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി H സലാമിന്റെ വിജയത്തിനായി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലാണ് മുഖ്യമന്ത്രി വീണ്ടും ഈ പരാമർശം നടത്തിയത്. ഒരു ഏറ്റവും പ്രകടിതമായ അവസരവാദ നിലപാടിൻ്റെ ഒരു UDF പ്രതീകമായി ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലം മാറിയിരിക്കുകയാണ്. ഇതിലൂടെ LDF-നെ പരാജയപ്പെടുത്താനാകുമോ എന്നാണ് പരീക്ഷിക്കുന്നത്. പക്ഷേ അമ്പലപ്പുഴയെയും ആലപ്പുഴ ജില്ലയെയും കുറച്ച് കാണുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറച്ച് കാണേണ്ടവരല്ല ഇവിടുത്തെ ജനങ്ങൾ. LDF-നെ നെഞ്ചേറ്റിയവരാണിവർ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുന്നപ്രയുടെ മണ്ണിൽ. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ മണ്ണാണിത്. മുഖ്യമന്ത്രിയെ പരിഹസിച്ച് G സുധാകരൻ തെങ്ങിൽ കയറി നടന്നവനെന്ന പരിഹാസം. സുധാകരനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയായാണ് പൊതുയോഗത്തിൽ G സുധാകരൻ പരിഹസിച്ചത്. പുന്നപ്ര വയലാർ സമരകാലത്ത് തെങ്ങിൽ കയറി നടന്നവർ ഇന്ന് വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായി നടക്കുന്നു. തനിക്ക് ചരിത്രബോധമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 75 വയസ്സ് കഴിഞ്ഞവരെ ഇറച്ചിക്കടയിൽ കെട്ടിത്തൂക്കണമെന്ന് പറഞ്ഞവരാണ് ചരിത്രം പഠിക്കേണ്ടത്. പിണറായിക്ക് വയസ്സായില്ലേ? പിണറായി തനിക്കെതിരായ കുറ്റപത്രമാണ് ഉയർത്തുന്നത്. പിണറായിക്ക് കോടതി മാറിപ്പോയി. താൻ ഒരു ചെളിക്കുണ്ടിലും പോയിട്ടില്ല. ഉറച്ച പ്രതലത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതിനുള്ള അടവും തന്ത്രവും അറിയാമെന്നും G സുധാകരൻ പറഞ്ഞു. നമ്മൾ കാണുന്ന ഭരണം അതൊന്നുമല്ല. നവകേരളം സൃഷ്ടിക്കാനാണെന്ന് പറഞ്ഞ് ഇവിടെ പല ആളുകളും ഔദ്യോഗികമായി പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. പക്ഷേ നാം കാണുന്നത് ഒരു നരക കേരളമാണ്. നേരത്തെ കേരളത്തിലുണ്ടായിരുന്ന സവിശേഷതകൾ പലതും താറുമാറായി പോയി. ഒരു നരക കേരളം പോലെയാണ്. ഡൊമസ്റ്റിക് വയലൻസ് ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുകയാണ്. പ്രത്യേക കാരണമൊന്നുമില്ലാതെ ആളുകളെ കൊല്ലുന്നത് ഒരു വിനോദമായിരിക്കുന്നു. കാരണം രാഷ്ട്രീയമായ നേതൃത്വത്തിൻ്റെ പ്രാഗൽഭ്യമില്ലായ്മയാണ്. നല്ല നേതൃത്വം രാഷ്ട്രീയമായി ഭരണതലത്തിലുണ്ടെങ്കിൽ ആളുകളെല്ലാം അങ്ങോട്ട് ശ്രദ്ധിക്കും. G സുധാകരനെതിരെയുള്ള വിമർശനത്തിന് പ്രതിപക്ഷവും രാഷ്ട്രീയമായി മറുപടി പറഞ്ഞു. G സുധാകരനെതിരെ മുഖ്യമന്ത്രി വില കുറഞ്ഞ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM വിട്ടുവരുന്നവർക്ക് UDF പിന്തുണ നൽകാൻ പാടില്ല. കോൺഗ്രസോ ലീഗോ വിട്ടുവരുന്നവർക്ക് CPM പിന്തുണ നൽകും. എന്തൊരു ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രിക്കെന്ന് VD സതീശൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ പരസ്പര വിരുദ്ധമായ വർത്തമാനമാണ് ഇപ്പോഴത്തെ വാർത്ത. അദ്ദേഹം പറയുന്നതിന് ഒരടിസ്ഥാനവുമില്ല. ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. കണ്ടം വഴി ഓടുമെന്ന സോഷ്യൽ മീഡിയ പ്രയോഗം താൻ ഉപയോഗിക്കുന്നില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. എന്തൊരു ഇരട്ടത്താപ്പാണ് ഈ മുഖ്യമന്ത്രിക്ക്. എന്തൊരു ഇരട്ടത്താപ്പാണ്. ലീഗ് വിട്ടുവന്ന ജലീലിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ?
CPM ഇല്ലേ? അബ്ദുൾ റഹ്മാൻ കോൺഗ്രസ് വിട്ടുപോയ ആളെ CPM സ്ഥാനാർത്ഥിയാക്കിയില്ലേ? എത്ര പേര് എവിടെയെല്ലാം ആക്കി, എത്ര ആളുകളാക്കി? ലീഗ് വിട്ടുവന്ന മുസ്തഫയെ പെരിന്തൽമണ്ണയിൽ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? മാത്രമല്ല, ഇദ്ദേഹത്തോട് എങ്ങനെയാണ് സംവാദം നടത്തുന്നത്? ഫേസ്ബുക്കിൽ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയില്ലല്ലോ. പ്രതിപക്ഷത്തിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് സംവാദം തുടരുകയാണ്. കേരളത്തെ പിന്നോട്ടടിച്ച UDFന്റെ ആ ഇരുണ്ട കാലം തിരികെ വരരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വാക്ക് പാലിക്കാത്തവരെ തുറന്നു കാട്ടാൻ ഇതിലും നല്ലൊരു ദിവസം വേറെയുണ്ടോ എന്നും മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ നടക്കാതെ പോയ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പട്ടിക സഹിതമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ FB പോസ്റ്റ്. ശബരിമല വിഷയം വീണ്ടും പ്രചാരണായുധമാക്കുകയാണ് BJP. ശബരിമല സ്വർണ്ണക്കൊള്ള CBI കൊണ്ട് അന്വേഷിപ്പിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. യൂദാസ് യേശുവിനെ ഒറ്റിയത് വെള്ളിക്കാശിനാണ്. അതുപോലെ കേരള സർക്കാർ സ്വർണത്തിന് വേണ്ടി അയ്യപ്പനെ മറയാക്കി. മുനമ്പം ഭൂമി LDFും UDFും രാഷ്ട്രീയ വിഷയമാക്കിയെന്നും രാജ്നാഥ് സിംഗ് ആരോപിച്ചു. അഴിമതിയുടെ കാര്യത്തിൽ കേരളത്തിലെ LDFും UDFും സുഹൃത്തുക്കളാണ്. LDFനും UDFനും പ്രീണന രാഷ്ട്രീയം മാത്രമാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പറവൂരിൽ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. इस बात पर लड़ते हैं किसे जनता का ज्यादा वोट मिलेगा, लेकिन जब ये सत्ता में आते हैं तब कंपटीशन ये होता है कि ज्यादा करप्शन कौन करेगा. इसलिए मैं कहता हूं LDF और UDF एक ही हैं और भ्रष्टाचार के मामले में ये जनता को लूटने के मामले में और तुष्टीकरण यानी अपीजमेंट के मामले में भी एक ही. केरलम गॉड्स ओन कंट्री के नाम से जाना जाता है. BJP ദേശീയ അധ്യക്ഷൻ ഇന്ന് കണ്ണൂരിലായിരുന്നു പ്രചാരണ പരിപാടികളിലെല്ലാം സജീവമായിരുന്നത്. അഴിമതിയിൽ പൊതിഞ്ഞവരെയും വികസനത്തിന് തടയിട്ടവരെയും സ്വന്തം കുടുംബത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജനങ്ങളുടെ കാര്യം ഓർക്കാതിരുന്നവരെയും ജനങ്ങൾ ഇത്തവണ തള്ളുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. നരേന്ദ്രമോദിയുടെ പുത്തൻ ഉണർവിനൊപ്പം ജനങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇത്തവണ താമര വിരിയുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. यहाँ के डेवलपमेंट को रोका, यहाँ करप्शन को बढ़ाने का काम किया, केवल यहाँ अपने परिवार की चिंता की, यहाँ के लोगों की चिंता नहीं की, यहाँ के टूरिज्म को बर्बाद किया. अब केरलम की जनता पूरी तरह से एक नए विचार के साथ, नए जोश के साथ, नए नेतृत्व नरेंद्र मोदी के नेतृत्व के साथ जाना चाहती है. और केरल में जिस प्रकार से हर जगह लोगों का संवाद, लोगों का जोश देखने को मिल रहा है, हम आश्वस्त हैं कि इस बार केरल में कमल खिलेगा. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെ 4 ലക്ഷത്തോളം പേരുമായി ഓഡിയോ ബ്രിഡ്ജിലൂടെ സംവദിക്കും. വൈകിട്ട് 4:30 പരിപാടി. തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ചോദ്യങ്ങൾക്കും പ്രധാനമന്ത്രി മറുപടി നൽകും. യുവാക്കൾ, വനിതകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവർ, കർഷകർ, വിദ്യാർത്ഥികൾ എന്നിവർ പ്രധാനമന്ത്രിയുമായി സംവദിക്കും. വികസിത കേരളത്തിനായുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരമാണിതെന്നും എല്ലാവരും പരിപാടിയിൽ പങ്കുചേരണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി ഏപ്രിൽ 4 വീണ്ടും കേരളത്തിലെത്തുന്നുണ്ട്. ഇതിനിടെയാണ് നവമാധ്യമ മേഖലയിലെ പുതിയ തരംഗമായ ഓഡിയോ ബ്രിഡ്ജിലൂടെ 4 ലക്ഷത്തോളം പേരുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും മൂർച്ചയേറുകയാണ്. വിധിയെഴുത്തിന് 8 ദിവസം മാത്രം ബാക്കി നിൽക്കെ UDF നാളെ പ്രകടന പത്രിക അവതരിപ്പിക്കും. പ്രധാനമന്ത്രി നേരത്തെ സൂചിപ്പിച്ച പോലെ 4 വീണ്ടും സംസ്ഥാനത്തെത്തും. തിരുവനന്തപുരത്തും തിരുവല്ലയിലുമാണ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും നാളെ പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. 3 മുന്നണികളുടെയും കേന്ദ്ര നേതാക്കളടക്കം റോഡ് ഷോകളും പര്യടനങ്ങളുമായി വിവിധ മണ്ഡലങ്ങളിൽ സജീവമാണ്. വിവരങ്ങളും വിശകലനങ്ങളുമായി എബി തോമസ് ചേരുന്നുണ്ട്. എബി, സൂചിപ്പിച്ച പോലെ തന്നെ ഇനി 8 നാൾ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളുമെല്ലാം. കേരളത്തിന്റെ വരുന്ന 5 വർഷത്തെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴും വിവാദങ്ങൾക്ക് ശമനമില്ല. പരസ്യപ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ പ്രതീക്ഷകളും ആത്മവിശ്വാസവും ഒക്കെ എങ്ങനെയാണ്?
അപ്പോൾ ഈ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച വാർത്താ സമ്പന്നമായിരുന്നു എന്ന് തന്നെ പറയാം. വിവിധ കോണുകളിൽ നിന്നും ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വാർത്തകളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നതാണ്. എന്തായാലും ഇന്ന് നേതാക്കൾ ഒക്കെ തന്നെയും കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഈ ഒരു പ്രചാരണ രംഗത്ത് സജീവമായ ദിവസം കൂടിയായിരുന്നു. എറണാകുളത്തും തിരുവനന്തപുരത്തും രാജ്നാഥ് സിംഗ് പ്രചാരണ വേദികളിൽ LDFനെയും UDFനെയും നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുകയും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ വിമർശനം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി വന്നപ്പോൾ ശബരിമല വിഷയം വലിയ ഒരു ആരോപണമായി ഉന്നയിച്ചില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം BJP അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയ ഘട്ടത്തിൽ ശബരിമല വിഷയം പ്രധാനമായി ഉന്നയിക്കുകയും അവിടെ CBI അന്വേഷണം ഉൾപ്പെടെ നടത്തുമെന്നുള്ള കാര്യം പ്രഖ്യാപിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിന്റെ ഒരു തനി ആവർത്തനം തന്നെയായിരുന്നു ഇന്നത്തെ രാജ്നാഥ് സിംഗിന്റെ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ നിലയ്ക്ക് LDFും UDFും കേരളത്തിൽ നടത്തുന്നത് ഒരു കൂട്ടുകച്ചവടമാണ് എന്ന നിലയ്ക്കുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ഇരു മുന്നണികളും കേരളത്തിന്റെ വികസനത്തിന് മുരടിപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർ വോട്ടിന് വേണ്ടി മത്സരിക്കുന്നു, പക്ഷേ അതിനുശേഷം അഴിമതിക്ക് വേണ്ടി അഴിമതി ഏറ്റവും കൂടുതൽ നടത്തുന്നത് ആരാണ് എന്നുള്ള നിലയിലേക്കുള്ള മത്സരം കൂടി അവർ നടത്തുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്തായാലും ശക്തമായിട്ടുള്ള വിമർശനം ഇരു മുന്നണികൾക്കെതിരെയും രാജ്നാഥ് സിംഗ് ഇന്ന് ഉന്നയിക്കുന്ന നിലയുണ്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെയും പരാമർശങ്ങൾ ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങളൊക്കെ തന്നെയും ഇന്നത്തെ വാർത്തകളിൽ പ്രധാനമായും ഇടം നേടിയ സംഗതികളായിരുന്നു. മുഖ്യമന്ത്രി ഇന്നും പ്രതിപക്ഷത്തിന് എതിരെ അല്ലെങ്കിൽ 11 മുതൽ 16 വരെയുള്ള 2011 മുതൽ 16 വരെയുള്ള കാലത്ത് അതിന് ഇരുണ്ട കാലം തന്നെയാണ്, അതിന് മറക്കരുത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് നടപ്പിലാക്കാതെ പോയിട്ടുള്ള സംഭവങ്ങൾ ഒപ്പം തന്നെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ അതൊക്കെ തന്നെയും പ്രധാനമായും എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു. KSRTC കട്ടപ്പുറത്തായത്, ഒപ്പം തന്നെ പാഠപുസ്തകം നൽകാതിരുന്നത്, കരണ്ട് കെട്ട് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഉൾപ്പെടെ VD സതീശൻ നൽകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഫേസ്ബുക്കിലൂടെയുള്ള സംവാദത്തിനല്ല, മറിച്ച് നേരിട്ടുള്ള സംവാദത്തിനാണ് താൻ ക്ഷണിച്ചത് എന്നുള്ളതായിരുന്നു. മുഖ്യമന്ത്രി കണ്ടം വഴി ഓടും എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്, ഏതൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ നിലയ്ക്കുള്ള ഒരു വാദപ്രതിവാദം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി ഇന്ന് ആലപ്പുഴയിലായിരുന്നു പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് സജീവമായിരുന്നത്. അവിടെ അമ്പലപ്പുഴ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് G. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവും അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളും ഒക്കെ തന്നെയായിരുന്നു. CPM-ൽ നിന്നും CPM-നെ വിമർശിച്ചുകൊണ്ട് തന്നെ പുറത്തുപോയി ഇപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ നേടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ മത്സരിക്കാനായി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാതെ മുഖ്യമന്ത്രി നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത്തരത്തിൽ ഈ അവസരവാദികളെ താങ്ങുന്ന ഒരു നിലപാടല്ല ആലപ്പുഴയ്ക്കുള്ളത്, അമ്പലപ്പുഴയ്ക്കുള്ളത്. അത് വിപ്ലവ മണ്ണാണ്, പുന്നപ്ര വയലാറിന്റെ മണ്ണാണ്. അവിടെയുള്ള ആളുകൾ പാർട്ടിയെ പ്രചാരണം ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിക്കുന്നില്ല. ഒപ്പം ഫേസ്ബുക്ക് സംവാദം തുടരുന്നു. സ്ഥാനാർത്ഥികളെ വോട്ടുറപ്പിക്കാനായി സ്ഥാനാർത്ഥികൾ നെട്ടോട്ടത്തിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്. തിരഞ്ഞെടുപ്പിൽ അപര സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അപരന്മാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നുവെന്ന് കോടതി. വോട്ടർമാരിൽ ഇത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തൃപ്പൂണിത്തുറ NDA സ്ഥാനാർത്ഥിക്ക് അഞ്ജലി PV എന്നതിന് പകരം അഞ്ജലി നായർ എന്ന് വോട്ടിംഗ് മെഷീനിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതി പരാമർശം. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് അതേ പേരിൽ അപരന്മാർ വരുന്നത് ജനാധിപത്യ സംവിധാനത്തിന് തന്നെ കളങ്കമാണെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. അപരന്മാർ ജനാധിപത്യ സംവിധാനത്തെ കൊലപ്പെടുത്തുന്നു, യഥാർത്ഥ വോട്ടർമാർക്ക് അപരന്മാർ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്നും കോടതി പറഞ്ഞു. അപരസാന്നിധ്യം മൂലം യഥാർത്ഥ ജനവിധി അട്ടിമറിക്കപ്പെടുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അപരന്മാരെ നിയന്ത്രിക്കുവാൻ സംവിധാനം വേണ്ടതാണെന്നും കോടതി പറഞ്ഞു. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് കോടതി പരാമർശം. വോട്ടർ പട്ടികയിൽ അഞ്ജലി PV എന്നാണ് പേരെങ്കിലും സിനിമാ താരം എന്ന നിലയിലും പൊതുസമൂഹത്തിലും അഞ്ജലി നായർ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി വോട്ടിംഗ് മെഷീനിൽ അഞ്ജലി നായർ എന്ന് പേര് ചേർക്കാൻ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ പരിഗണിക്കാതിരുന്നാൽ തനിക്ക് ലഭിക്കേണ്ട വോട്ട് അപരന് പോകും എന്നതായിരുന്നു അഞ്ജലിയുടെ വാദം. പോസ്റ്ററിലും ഫ്ലെക്സിലുമെല്ലാം അഞ്ജലി നായർ എന്ന് രേഖപ്പെടുത്തി വോട്ടിംഗ് മെഷീനിൽ അഞ്ജലി PV എന്ന് വായിച്ചാൽ വോട്ടർമാർക്കും തെറ്റും. അപേക്ഷ പരിഗണിച്ച് നടപടിയെടുക്കുവാൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, കൊച്ചി.
സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ലോക്സഭാംഗത്വം ചോദ്യം ചെയ്തുള്ള ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. തനിക്കെതിരായ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളണമെന്ന് സുരേഷ് ഗോപിയുടെ ഇടക്കാല ആവശ്യം തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഇക്കാര്യം വ്യക്തമാക്കിയത്. തൃശൂർ സ്വദേശിയായ CPI നേതാവ് AS ബിനോയിയാണ് സുരേഷ് ഗോപിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതോടെ CPI നേതാവിന്റെ ഹർജിയിൽ സുരേഷ് ഗോപി വിചാരണ നേരിടണം. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് ചോദിച്ചു, ഫ്ലെക്സിൽ ശ്രീകൃഷ്ണന്റെയും രാധയുടെയും ചിത്രം വെച്ചു, അബ്ദുള്ളക്കുട്ടി പ്രസംഗിച്ചപ്പോൾ ശ്രീരാമന്റെ പേരിൽ വോട്ട് ചോദിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് AAYF നേതാവ് നൽകിയ തെരഞ്ഞെടുപ്പ് ഹർജിയിലുള്ളത്. അക്കൂട്ടത്തിൽ സുരേഷ് ഗോപി തൃശൂർ പച്ചക്കറി ചന്തയിൽ കുടവിതരണം നടത്തി വോട്ടർമാരെ സ്വാധീനിച്ചെന്നും പലർക്കും പണം നൽകിയെന്നും ആരോപണമുണ്ട്. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് തേടിയെന്നത് ഗുരുതരമായ ആരോപണമാണെന്നും അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ഹർജിയിൽ സുരേഷ് ഗോപി വിചാരണ നേരിടണമെന്നുമാണ് ഹൈക്കോടതിയുടെ തീരുമാനം. നിസ്സാര ആരോപണങ്ങളായ കുടവിതരണമൊക്കെ ഹർജിയിൽ നിന്നും കോടതി സ്വമേധയാ നീക്കം ചെയ്തു. ഗുരുതരമായ ആരോപണങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് കേസ് നിലനിൽക്കുമോ എന്ന് പരിശോധിച്ചതായാണ് കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഹർജി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി നൽകിയ ഉപഹർജി ഹൈക്കോടതി തള്ളി. അമൃത ന്യൂസ്, കൊച്ചി. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റു എന്ന് പറയാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിഷയത്തിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മേൽക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അവിടെ പോകും. എനിക്കും അവകാശങ്ങളുണ്ടല്ലോ, പോകും. അല്ല, അതൊക്കെ അവർ പറയുന്നത് പറയട്ടെ, ഞങ്ങളടുത്തും ഉണ്ട്, അത് ഞങ്ങൾ ഹാജരാക്കും. അല്ലല്ലോ, അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ. ഇനി മറ്റവർക്ക് തിരിച്ചടി കിട്ടുന്ന വിധി വരുമ്പോൾ നിങ്ങൾ എന്ത് പറയും? അങ്ങനെ തിരിച്ചടിയും അടിയും ഒന്നുമില്ല. കോടതി ചില കണ്ടെത്തലുകൾ നടത്തും, അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തും. സുരേഷ് ഗോപിയുടെ ഹർജി തള്ളിയ ഹൈക്കോടതി നടപടി സ്വാഗതാർഹമെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. പരാതിയിലെ പ്രധാന വാദഗതികൾ കോടതി അംഗീകരിച്ചു കഴിഞ്ഞു. തെളിവുകൾ സഹിതം നൽകിയ പരാതി കോടതി വിശദമായി പരിശോധിച്ചു. സുരേഷ് ഗോപിയുടെ തടസ്സവാദങ്ങൾ കോടതി തള്ളിക്കളഞ്ഞാണ് വിചാരണ നേരിടണമെന്ന് പറഞ്ഞത്. കോടതി നടപടി പ്രതീക്ഷ നൽകുന്നതാണെന്നും സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. സുരേഷ് ഗോപി കൊടുത്തിട്ടുള്ള തടസ്സവാദങ്ങൾ കോടതി തള്ളിക്കളഞ്ഞുകൊണ്ട് വിചാരണ നേരിടണമെന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കോടതിയുടെ വിധി വളരെ പ്രതീക്ഷ നൽകുന്നതും സ്വാഗതാർഹവുമാണ്. LDF പേരാമ്പ്ര മണ്ഡലത്തിൽ വർഗീയ പ്രചാരണം നടത്തുന്നുവെന്ന് DGPക്ക് പരാതി. ഫാത്തിമ തഹ്ലിക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തുകയാണെന്ന് ആരോപിച്ച് KSU ജനറൽ സെക്രട്ടറി അർജുൻ കട്ടയാട്ടാണ് പരാതി നൽകിയത്. പേരാമ്പ്ര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ LDF നടത്തിയ അനൗൺസ്മെന്റിനെ ചൊല്ലിയാണ് വിവാദം. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനും UDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. തൃശൂർ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായ രാജൻ പല്ലന് പിന്തുണ നൽകുമെന്ന് MK വർഗീസ്. താൻ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകുകയാണെന്ന് MK വർഗീസ് പ്രതികരിച്ചു. 5 കൊല്ലം മുൻപ് കൗൺസിലർ സ്ഥാനം നിഷേധിച്ചതോടെയാണ് MK വർഗീസ് കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായത്. 5 കൊല്ലം ഇടതുമുന്നണിയിൽ മേയറായിരുന്നു. ഇപ്പോഴത്തെ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജൻ പല്ലനായിരുന്നു കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായ രാജൻ പല്ലന് പിന്തുണ നൽകുമെന്ന് MK വർഗീസ് അറിയിച്ചു. സാഹചര്യങ്ങൾ കടുമപ്പെട്ട് സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വന്നതായിരുന്നു. ഇപ്പോൾ സാഹചര്യം മാറി. പൂർണ്ണമായും നിരുപാധികമായാണ് താൻ പാർട്ടിയിലേക്ക് മടങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ രാജൻ പല്ലൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ചിലപ്പോൾ മന്ത്രിയായേക്കുമെന്നും MK വർഗീസ് വ്യക്തമാക്കി. ഞാൻ എൻ്റെ പഴയ തറവാട്ടിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ഞാൻ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാം. മറ്റൊന്നും കൊണ്ടല്ല. പിന്നെ രാജൻ പല്ലൻ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എന്നോട് പറഞ്ഞു നിർബന്ധമായിട്ടും എന്നോട് സഹകരിക്കണം, കാരണം നമ്മൾ ഒരുമിച്ച് ഇത്ര കാലം നടന്നവരാണ്, നമ്മളൊരു കുടുംബക്കാരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ രാജൻ പല്ലൻ്റെ വിജയത്തിന് വേണ്ടി കൂടെ പ്രവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പ്രചരണത്തിന് കൂടെ നിൽക്കണമെന്ന രാജൻ പല്ലൻ അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും മുൻ മേയർ കൂട്ടിച്ചേർത്തു. മേയറുടെ വീട്ടിലെത്തിയ സ്ഥാനാർത്ഥി രാജൻ പല്ലനെ MK വർഗീസ് സ്വീകരിച്ചു. MK വർഗീസ് തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം മേയറായിരുന്ന സമയത്തുണ്ടായ കലഹങ്ങൾ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണെന്നും രാജൻ പല്ലനും പറഞ്ഞു. MK വർഗീസ് വരുന്നത് പാർട്ടിക്ക് സ്വാഭാവികം വളരെ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ മാത്രമല്ല, MK വർഗീസ് മാത്രമല്ല, ലാലി ജെയിംസ്, MK വർഗീസ്, ജോർജ് ചാണ്ടി അടക്കമുള്ള, ഷോബി അടക്കമുള്ള എല്ലാവരും പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന് സജീവമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം MK വർഗീസിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് തൃശൂർ DCC പ്രസിഡന്റ് അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.
നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ SDPI ഡീലിൽ ഇന്നും CPM നേതാക്കൾ പ്രതിരോധവുമായി രംഗത്ത് വന്നു. പക്ഷേ നേതാക്കൾ SDPI വോട്ടുകൾ വേണ്ടെന്ന് പറയാൻ തയ്യാറായില്ല. SDPയുമായി CPMനോ LDFനോ ധാരണകളില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. വർഗീയതയുമായി CPM സന്ധി ചെയ്തിട്ടില്ലെന്ന് മറ്റ് നേതാക്കളും വ്യക്തമാക്കി. ഇത്തരം സംഘടനകളുമായി സംസാരിച്ച് എന്തെങ്കിലും ധാരണയുണ്ടാക്കി അവരുടെ വോട്ടുകൾ നേടുക എന്നൊരു സമീപനമേ CPIഎമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. എന്നാൽ LDF ഒരു വർഗീയ ശക്തികളുമായും കൂട്ടുകൂടുന്നില്ല. പരാജയ ഭീതി മറക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷത്തിനെതിരായ ആക്ഷേപം ഉന്നയിക്കുന്നത്. SDPI താൽക്കാലികമോ അല്ലെങ്കിൽ സ്ഥിരമോ ആയ മുന്നണി ഉണ്ടാക്കിയെന്ന് ആര് പറയുന്നു? അതെല്ലാം ഭാവനാ സൃഷ്ടികളാണ്. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ എണ്ണം നോക്കിയോ അല്ലെങ്കിൽ അവരെ എതിർത്തതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റു എന്ന് പറയാൻ കഴിയില്ല. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM പയ്യന്നൂരും തളിപ്പറമ്പിലും വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്നതായി ആരോപണം. ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വ്യാപകമായി കള്ളവോട്ട് ചെയ്യാനാണ് CPM ഇത്തരത്തിൽ കൃത്രിമം കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി കൃത്രിമ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം. ഞാൻ വളരെ ആധികാരികമായിട്ട് പറയണം. ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരോടും പറയാണ്, ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പറയണം, ഒരു കാര്യം ഉറപ്പാണ്, മെയ് മാസം 15 കഴിഞ്ഞാൽ കേരളം ഭരിക്കാൻ പോകുന്നത് UDFന്റെ സർക്കാരായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഏത് ഉദ്യോഗസ്ഥനായാലും ഇത്തരം കള്ളത്തരത്തിന് കൂട്ടുനിന്നാൽ ഐഡന്റിറ്റി കാർഡ് പ്രിന്റ് ചെയ്യുന്ന ജോലിയിലാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പാലക്കാട്ട് സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞു. വടക്കന്തറയിൽ വെച്ചായിരുന്നു സംഭവം. BJP കൗൺസിലർ സിന്ധു രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥാനാർത്ഥിയെ തടഞ്ഞത്. BJPയുടെ ശക്തി കേന്ദ്രത്തിൽ വോട്ട് ചോദിക്കാൻ വരേണ്ടതില്ലെന്ന് പറഞ്ഞായിരുന്നു തടഞ്ഞുവെച്ചത്. പിന്നീട് രമേശ് പിഷാരടി അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. അതേസമയം സംഭവം ജനാധിപത്യ സംവിധാനത്തിനെതിരെയുള്ള നടപടിയാണെന്നും വോട്ട് ചോദിക്കാനുള്ള അവകാശമാണ് നിഷേധിച്ചത്. ഇത്തരം ഭീഷണികൾ ജനങ്ങൾ വിലയിരുത്തട്ടെയെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഒരു മണ്ഡലം ഭരിച്ചു. അതിനിപ്പോഴും പാർട്ടി ഗ്രാമം, കോൺഗ്രസിന്റെ പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമം കേരളത്തിലില്ല. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വരെ ഏത് പാർട്ടിക്കും അവിടെ പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ ഒരു ജനാധിപത്യ രീതിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഏറ്റവും സങ്കടം, ഞാൻ അത്ര തീക്ഷ്ണമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പോയതോ അങ്ങനെയൊന്നും വന്നിട്ടുള്ള ഒരാളല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു ഫെയർ പൊളിറ്റിക്സിൽ നിൽക്കണം, ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ പോകണമെന്ന് ഉദ്ദേശിച്ച് തന്നെ പോവുകയും പ്രചരണ വണ്ടി മാറ്റിയിട്ട ശേഷം ഒരു അമ്മ അവിടെ വീട്ടിൽ പോകാൻ പറ്റുന്ന അപ്പുറത്തൊരു അമ്പലത്തിലേക്ക് പോകുന്ന പറഞ്ഞൊരു പൊതുവഴിയിലൂടെ നടക്കുമ്പോഴാണ് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ നിങ്ങളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നു നിൽക്കുന്നത് വളരെ. FCRA നിയമ ഭേദഗതി ബില്ല് ലോക്സഭ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമോ? വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ബില്ല് പൂർണ്ണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിച്ചു. നിയമ ഭേദഗതി ഒരു മതത്തിനും സംഘടനയ്ക്കും എതിരല്ലെന്നും കോൺഗ്രസും CPMഉം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വിദേശ സംഭാവന നിയന്ത്രണ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്നാണ് ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയത്. രാജ്യ താൽപര്യപ്രകാരമാണ് ഭേദഗതിയെന്നും ബിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചല്ലെന്നും കിരൺ റിജിജു പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ കോൺഗ്രസും CPMഉം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है। और दूसरी बात, FCRA को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है। FCRA का जो ओरिजिनल बड़ा अमेंडमेंट 2010 ക്രിസ്ത്യൻ സഭകൾ ഉയർത്തിയ ആശങ്ക ഉൾപ്പെടെ പരിശോധിച്ച് FCRA ബിൽ അടുത്ത സമ്മേളന കാലയളവിൽ പരിഗണിക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന BJPയുടെ ഭയം കാരണമാണ് ബില്ല് മാറ്റിവെച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അതുകൊണ്ട് ഈ ബിൽ പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്കും പരിശോധനയ്ക്കും വിടുന്നില്ല. ശരിക്കും ചെയ്യേണ്ടതല്ലേ? പാർലമെന്ററി ജനാധിപത്യ മര്യാദയനുസരിച്ച് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വിവാദപരമായിട്ടുള്ള ഒരു നിയമം അതിശക്തമായ വിയോജിപ്പും പ്രതിഷേധവും രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ, പാർലമെന്റിനകത്തും പുറത്തും ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ ബില്ല് പാർലമെന്ററി സമിതിയുടെ വിശദമായ പരിശോധനയ്ക്ക് അയക്കുക എന്ന് പറയുന്നത് അംഗങ്ങളുടെ അവകാശമാണ്, നിയമനിർമ്മാണ പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഘടകമാണ്.
അത് ചെയ്യാതിരിക്കുകയും ബിൽ ചർച്ചയ്ക്കെടുക്കാതെ അടുത്ത സെഷനിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്ന കേവല നടപടി മാത്രമാണ് ഇന്ന് ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നം പരിഹൃതമാകുന്നില്ല. ബില്ല് പൂർണ്ണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റ് കവാടത്തിലും പ്രതിഷേധിച്ചിരുന്നു. നിയമ ഭേദഗതി ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നും വിശദ പരിശോധനയ്ക്കായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നും CBCI ആവശ്യപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തെരഞ്ഞെടുപ്പിനിടെ ബില്ലിനെ എതിർക്കാനായി എംപിമാരെല്ലാം ഇന്ന് ഡൽഹിയിലെത്തിയിരുന്നു. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിലും പ്രതിപക്ഷത്തിന്റെ പ്രചാരണ ആയുധമാണ് FCRA നിയമ ഭേദഗതി ബില്ല്. സൂചിപ്പിച്ച പോലെ വിവാദമായ FCRA നിയമ ഭേദഗതി ബില്ലിനെതിരെ എല്ലാ സഭകളും രംഗത്ത് വന്നതോടെ സംസ്ഥാനത്ത് BJP പ്രതിരോധത്തിലായി. ബില്ല് പാസാക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മാത്രമേ ഭേദഗതി നടപ്പിലാക്കുകയുള്ളൂ. ലോക്സഭയിൽ ബില്ല് കൊണ്ടുവരും മുമ്പ് ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കുറിച്ച് പ്രചരണം നടത്തുന്നുണ്ട്, കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്, കേരള കോൺഗ്രസ് മാണി പറയുന്നുണ്ട്. അതിലെന്താണ് സത്യം എല്ലാം ചോദിച്ചു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ പാസ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെജിസ്ലേഷൻ ഈ സർക്കാർ പാസ് ചെയ്യില്ല, നരേന്ദ്രമോദിജി സർക്കാർ. FCRA ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച നീട്ടിവെച്ചതിൽ ആശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ക്രൈസ്തവ സഭകൾ. ക്രൈസ്തവ സഭകളുടെ ആശങ്ക കേന്ദ്ര സർക്കാർ പരിഗണിച്ചാണ് ചർച്ച നീട്ടിവെച്ചതെന്ന് കരുതുന്നതായും ഇത് ആശ്വാസകരമാണെന്നും മലങ്കര ഓർത്തഡോക്സ് സഭ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഭേദഗതി ബില്ലിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സഭ വ്യക്തമാക്കി. FCRA ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാതിരുന്നതിനെ സ്വാഗതം ചെയ്തു CBCIയും. നിയമ ഭേദഗതിയെ പറ്റിയുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും ബില്ലിലെ വ്യവസ്ഥകൾ സർക്കാർ പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. ബില്ല് പൊതുസമൂഹത്തിലോ പാർലമെന്റിലോ വിശദമായ ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്നും കൂടുതൽ പഠനത്തിനും ചർച്ചയ്ക്കുമായി ബില്ല് പാർലമെന്ററി സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് KCBCയും ആവശ്യപ്പെട്ടു. മാറ്റിവെച്ചത് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് മാത്രം പറയാം. എന്നാൽ ക്രൈസ്തവ സഭകളോട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് വ്യക്തമായ ക്രിയാത്മകമായ ചർച്ചകൾ നടത്താതെ ആ ബില്ല് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വിനാശ പരിപാടിയാണ് എന്നുള്ളതാണ്. ഭരണകൂടം എന്ന് പറയുന്നത് ആരാ? നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. നമ്മുടെ ജനാധിപത്യമാണല്ലോ, ഏകാധിപത്യമല്ലല്ലോ. ഇപ്പോൾ ഈ ബില്ലിൻ്റെ ഒരു റീഡിങ്ങിൽ, ഈ ബില്ലിൻ്റെ റീഡിങ് മാത്രമല്ല പലതിലേക്ക് നമ്മൾ കാണുന്നത് ജനാധിപത്യം ഇവിടെ കുറഞ്ഞു വരികയും ഏകാധിപത്യപരമായ, കാരണം എല്ലാം ഒരാളങ്ങ് തീരുമാനിക്കും, അല്ലെങ്കിൽ ഒരു സംവിധാനം അങ്ങ് തീരുമാനിക്കും. ഇറ്റ്സ് എ വെൽക്കം സ്റ്റെപ്പ് ഫോർ us all. We welcome it, but we have to keep in mind it is postponed, it is not called back. So our struggle, our protest remains. We thank all the MPs, the opposition MPs who have raised the issue and who have come out in our support. എന്തായാലും ക്രൈസ്തവ സഭകൾ നിലപാട് കടുപ്പിച്ച് ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. FCRA വളരെ ഗൗരവമേറിയ വിഷയമാണെന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറും പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികൾ പലതും നടപ്പിലായിട്ടില്ല, അതിശക്തമായ എതിർപ്പ് ഉയർന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ായിട്ട് വന്നാൽ അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാവർക്കും എതിരായി വരും. വന്നില്ലെങ്കിൽ ആർക്കും എതിരാവുകയുമില്ല. അതുകൊണ്ട് 2-4 ദിവസം കൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക. നമുക്ക് പഠിക്കാം, എല്ലാവരും കൂടി ചേർന്നൊന്ന് പഠിക്കാം.